മിഡിൽ ഈസ്റ്റിനെ വിറപ്പിക്കുകയാണ് ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിച്ചതിലൂടെ. ഇപ്പോൾ ഭയാനകമായ മരണക്കണക്കുകൾ ഇറാനിൽ നിന്നും പുറത്തുവരികയാണ്. കഴിഞ്ഞ രാത്രി 100-ലേറെ ഇസ്രായേലി ജെറ്റുകൾ ഒരേ സമയം ടെഹ്റാനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മരണപ്പെട്ടത് 100 കണക്കിന് ആളുകളെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: വൻതോതിൽ ആളുകൾ മരിച്ചു എന്നാണ്. ഇറാന്റെ ടെഹ്റാനിലുള്ള സൈനിക ക്യാമ്പും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. സൈനികർ കുടുംബമായി താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ മുഴുവൻ തകരുകയായിരുന്നു. ഇതോടെ ആണവശാലകൾ മാത്രമല്ല, ഇറാന്റെ സൈനിക ശേഷിയുടെ തലവൻ തന്നെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുകയായിരുന്നു എന്നും വ്യക്തമാവുകയാണ്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരും മേധാവികളെയും വധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ ആണവ ബുദ്ധിയുടെ ചിറകരിയുക തന്നെ ചെയ്തു എന്നും ജൂത സൈന്യം വ്യക്തമാക്കുന്നു. ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയെ ഇസ്രായേൽ വധിച്ചു. അതായത് ഇറാൻ സൈന്യത്തിന്റെ തല തന്നെ ഇല്ലാതാകുന്ന ഇസ്രായേൽ നീക്കമായിരുന്നു അത്. ഇസ്രായേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇപ്പോൾ സൈനിക മേധാവിയില്ല, അത് ഞങ്ങൾ അങ്ങ് തീർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്നു. ഈ മുതിർന്ന ശാസ്ത്രജ്ഞർ 24 മണിക്കൂറും ആണവ ലാബിൽ തങ്ങി ആണവ ബോംബ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇറാൻ ആണവ ശാസ്ത്രജ്ഞന്മാരെ ലാബിന് പുറത്തു വിടാറില്ലായിരുന്നു. ദൗത്യം കഴിയും വരെ ഇറാന്റെ എല്ലാ ആണവ ശാസ്ത്രജ്ഞന്മാരും ആണവ ലാബുകളിൽ തടവുകാരെ പോലെ നിന്ന് പണിയെടുക്കുകയായിരുന്നു. അതിനാൽ തന്നെ ആണവശാലകളും ലാബും തകർത്തപ്പോൾ ഇറാന്റെ ആണവ ആയുധ നിർമ്മാണത്തിന്റെ തലച്ചോറുകൾ ഇതോടൊപ്പം നഷ്ടമാവുകയായിരുന്നു. ഇറാന് കനത്ത പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബാഗേരി താമസിച്ച സൈനിക താവളം ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും തൊടുത്ത മിസൈലിലാണ് തകർത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയെ കർമ്മ ന്യൂസ് ഉദ്ധരിക്കുകയാണ്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ പങ്കുവയ്ക്കുന്ന വിവരം ഇങ്ങനെ: ടെഹ്റാനിലെ ഞങ്ങളുടെ നിർണായക കേന്ദ്രങ്ങൾ, നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിന് ഇരയായി. തലസ്ഥാനത്തെ പല സ്ഥലങ്ങളുടെയും ഓഫീസുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. അനേകം പേർ മരണപ്പെട്ടു എന്നും ഇറാൻ സ്റ്റേറ്റ് മീഡിയ തുറന്നു സമ്മതിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആക്രമണങ്ങളെ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസി പറയുന്നത് ഇറാന്റെ ആണവ സൈനിക പരിപാടിയുടെ പ്രധാന ഭാഗങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി, ഇറാന്റെ ആണവായുധവൽക്കരണ പരിപാടി, ഇറാന്റെ പ്രധാന സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ, ഇവയുടെ കേന്ദ്ര ബിന്ദുവിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്, നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഇറാന്റെ ഭീഷണിയെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക നടപടിയാണിത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രം ഇസ്രായേൽ ലക്ഷ്യമിട്ടു എന്ന് ലോക പ്രശസ്ത ഇസ്ലാമിക മീഡിയയായ അൽ ജസീറയും സമ്മതിക്കുന്നു. ഇറാന്റെ പ്രസ് TV പറയുന്നത് നതാൻസ് ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടു എന്നാണ്. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇസ്രായേൽ ബോംബിട്ടു എന്നും അനേകം സൈനികരും സൈനിക ഓഫീസർമാരും കൊല്ലപ്പെട്ടു എന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതിമാരകമായ ഇസ്രായേൽ ആക്രമണം തടയാൻ ടെഹ്റാന് സാധിച്ചില്ല എന്നും അൽ ജസീറ പറയുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെ കുറിച്ച് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നതിന്റെ എല്ലാ സൂചനകളും മുൻപ് പുറത്തു വന്നിരുന്നു. വിദേശ പൗരന്മാരോട് ഇറാനിൽ നിന്നും മാറി നിൽക്കാൻ 48 മണിക്കൂർ മുമ്പ് ട്രംപ് അറിയിപ്പിറക്കിയിരുന്നു. ഇത്തരത്തിലായിട്ടും ഇറാന് ആക്രമണം പ്രതിരോധിക്കാൻ ആയില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.